ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയോട് സൂര്യ ഒരുപാട് തവണ വിളിച്ച് പറയാൻ കേട്ടോ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾ ഒരു പ്രതിയാണ്, ഒരു കൊലപാതകിയാണ്, നിങ്ങളെപ്പോലും നാളെ കൊല്ലുമെന്നുള്ള സത്യം സൂര്യ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ആ സമയമൊക്കെ പത്മ നന്ദിനി വിളിച്ച് പറയുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള ഒരു മനസ്സാണ് പത്മയുടെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഇവളെ ഇവിടെ നിന്ന് ഈ സമയം ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കിയാൽ ഇവൾ നാളെ നിങ്ങളെ കൊല്ലാതെ പോകും. ഇവൾക്ക് വലുതെന്താണെന്നറിയോ? പണം. അതാണ് ഇവളുടെ ലക്ഷ്യം. എല്ലാം വെട്ടിപ്പിടിച്ച് ഇവൾക്ക് അവളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുപോകുന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച ഒരു കൊരങ്ങനായ ഒരു ഭർത്താവും എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന വിജയ്, ഇന്ദ്രജയ എന്നെ വിളിക്കുന്നത് കേട്ടില്ല എന്ന് പറയട്ടോ. ആ സമയം പറഞ്ഞതിൽ എന്താ തെറ്റ്? യാതൊരു വിധ തെറ്റുമില്ല. ഇയാൾ ഒരു കൊരങ്ങനായ എല്ലാത്തിനും വാലാട്ടി നടക്കുന്ന ഒരു വാലാട്ടിയായ ഒരു ഭർത്താവാണ് ഇയാൾ. ഇയാളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇയാളെയും ഇവൾ കൊല്ലും. ഇവളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയട്ടോ. ആ സമയം ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ, ഞാൻ നിൻ്റെ ചേച്ചിയാണ്, വാൽ തോന്നിയത് നീ വിളിച്ചു പറയരുതെന്ന് പറയട്ടോ. ആ സമയം എന്താടി, ഞാൻ വാൽ തോന്നിയതാണോ വിളിച്ചു പറയുന്നത്? നീ നിൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഇനി ഒരിക്കലും എൻ്റെ മകളെ കുറ്റപ്പെടുത്തരുതെന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ സൂര്യ പറയണേ, ഞാൻ ഒരിക്കലും ഭാര്യയുടെ വാക്കുകൾ കേട്ടല്ല നിങ്ങളോട് ഞാനിത് പറയുന്നത്. എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടത് ഇപ്പോഴാണ്. നിങ്ങൾ എത്രയോ ദിവസം എന്നിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോൾ എൻ്റെ നന്ദിനി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും ഒക്കെ നിങ്ങൾ എന്നോട് ചെയ്തപ്പോഴും എന്നെ വിട്ടു പോകുന്ന ഒരാളല്ല നന്ദിനി. നന്ദിനിക്ക് ഏറ്റവും വലുത് കൊടുത്ത സ്നേഹം തിരിച്ചു തരുന്നവളാണ്. നിങ്ങളെപ്പോലെ തൂക്കം, മൂല്യം അതൊക്കെ നോക്കിയല്ല അവൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചറിയും, അല്ലെങ്കിൽ നാളെ അറിയും. നിങ്ങളുടെയൊക്കെ വിചാരം പണം, സ്റ്റാറ്റസ്, അന്തസ്സ്, അതാണ് ജീവിതം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ അതൊന്നുമല്ല. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ആ സ്നേഹം നമുക്ക് എങ്ങനെ തിരിച്ചു തരുന്നു, നമ്മളെ അവർ എന്തിനു വേണ്ടി സ്നേഹിക്കുന്നു, നമുക്ക് അവർ എന്തിന് സ്നേഹം തരുന്നു, ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്നൊക്കെ അറിയാൻ കൂടി പഠിക്കണം പത്മാ മേഡം വെറും കമ്പനി കാര്യങ്ങളിൽ നോക്കി നടത്തുമ്പോൾ തൻ്റെ മക്കൾ ഏതൊക്കെ തരത്തിലാണ് പോകുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പത്മക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോഴും പത്മയ്ക്ക് യാതൊരു വിധ കോസിലുമില്ല കേട്ടോ. അങ്ങനെ പത്മ പറയുന്നത്, ഇത് ചെയ്തത് നിൻ്റെ ഭാര്യയുടെ അച്ഛനാടാ. അത് കേൾക്കുന്ന സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കണം. ഇനിയെങ്കിലും നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഞാൻ പറയാം ഉണ്ടായ സത്യം എന്തെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സൂര്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യ പറയണം, ഓക്കെ നിങ്ങൾ വിശ്വസിക്കണ്ട, എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. എല്ലാം വിശ്വസിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരും. അന്ന് ഈ സൂര്യക്ക് പോലും നിങ്ങളെ ഒരു പക്ഷേ രക്ഷിക്കാനും പറ്റിയെന്ന് വരില്ല. ഇവളെന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു നിമിഷം നന്ദിനി പ്രാർത്ഥിക്കുന്ന താനൂരമ്മയുടെ ആ ഒരു കടാക്ഷം എന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരികെ വന്നത്. നന്ദിനി എന്ന ഈ ഒരു നന്മയുള്ള പെൺകുട്ടി ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇന്ന് സൂര്യ തീർന്നിരുന്നു. നിങ്ങളുടെ മകൾക്ക് അത് ആവശ്യവുമായിരുന്നു. നിങ്ങളുടെ മകൾ അത് സന്തോഷത്തോടു കൂടി അത് അങ്ങതാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴും യാതൊരുവിധ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല കേട്ടോ പത്മ. അപ്പോഴും നന്ദിനി, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയാണ്, നിൻ്റെ ഭാര്യയെ നിൻ്റെ ഭാര്യയെ ഈ വീട്ടിൽ നിർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. കള്ളം എന്ന് പല പ്രാവശ്യങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ യാതൊരു വിധത്തിലും പത്മ താൻ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വിലയും നൽകുന്നില്ലെന്ന് കാണുമ്പോൾ സൂര്യ പറയുന്നത്, ശരി, നിങ്ങളുടെ മുന്നിൽ ഇവളുടെ മുഖം വലിച്ചു കയറുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് തെളിവുകൾ നികത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം പത്മ പറയാണ്, ഞാൻ വിശ്വസിക്കാമെന്ന് പറയാം കേട്ടോ. ഈ സമയം ഇത് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങളുടെ മുന്നിൽ അങ്ങനെ തെളിവ് നികത്തേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ എന്നെയൊക്കെ കൂടുതൽ 2 പെമ്മക്കളെ നിങ്ങളിങ്ങനെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതം തകർത്തും കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പെറ്റമ്മയാണെന്നുള്ള ആ ഒരു കരുതലും സ്നേഹമൊന്നും അവരിലില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിന്ന് അവർ പല ക്രൂരതകളും ചെയ്യുമ്പോൾ അത് അമ്മയായ നിങ്ങളെ കാണിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. പിന്നെ നന്ദിനിയുടെ അച്ഛൻ സുദേവൻ ഒരു പാവമാണെന്നുള്ളതും എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീടാണെങ്കിലോ
നന്ദിനി ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്നറിയാതെ നന്ദിനി സൂര്യയുടെ പിറകെ പോവാണ്. സൂര്യ വിളിച്ചു കൊണ്ടുപോവാണ്. ഈ സമയം പത്മ അവൻ തെളിവുമായി വന്നിരിക്കുന്നു, അവൻ്റെ ഒരു തെളിവ്, എന്ത് തെളിവ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വിജയ് പറയുന്നത് ശരിയാണ് ആൻറ്റി, അവൻ എന്ത് തെളിവ്, അവൻ്റെ ഭാര്യയുടെ അച്ഛനെ പറയുമ്പോൾ അവൻ എന്തൊരു, സുദേവനെ പറയുമ്പോൾ അവൻ എന്തൊരു കരുതലാണ്, ആ ഒരു സ്നേഹം നമ്മളോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയട്ടോ. ഇതേസമയം ഇന്ദ്രജയുടെ മനസ്സിലാകെ കിളി പോയിരിക്കുകയാണ്. ഈശ്വര, തൻ്റെ അമ്മ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണ്. എന്ത് തെളിവാണ് അവൻ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പേടി വരികയാണ് കേട്ടോ. അങ്ങനെ ഇവർ റൂമിലോട്ട് പോവാണ്. ഇതേ സമയം ഇന്ദ്രജ കാര്യമായി ആലോചിക്കുമ്പോൾ വിജയ് പറയണം, എന്തെന്നെ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത്, അത് സൂര്യ പറഞ്ഞ വാക്ക് കേട്ടില്ലേ, അവന് എന്തെങ്കിലും തെളിവുമായി വരുമോ? എന്ത് തെളിവ് കൊണ്ടുവരാം വിജയ്, നീ അവനെ അങ്ങനെ കുറച്ച് കാണണ്ട, അവനെ അങ്ങനെ തെളിവില്ലാതെ വരില്ല എന്ന് നീ വിശ്വസിക്കണ്ട. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ വിജയ് പറയണം, നിൻ്റെ ആങ്ങളെ എനിക്കങ്ങനെ കുറച്ച് കാണാനൊന്നും പറ്റത്തില്ല, തെളിവ് കൊണ്ടുവരാൻ എന്ത് തെളിവാടോ ഉള്ളത്. ആ സമയം സൂര്യക്ക് ഇങ്ങനെ ആപത്ത് പറ്റി, ഇതിപ്പോൾ നന്ദിനി മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ എന്ത് തെളിവ് കൊണ്ടുവരാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഭയം, ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അമ്മയ്ക്ക് മുന്നിൽ അവൻ തെളിവ് കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മൾ പെടുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ നന്ദിനിയും സൂര്യയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം നന്ദിനി പറയാണ്, സൂര്യ സാർ എന്തിനാ ഇങ്ങനെ ഈ ഒരു കാര്യത്തെ ചൊല്ലി മാത്രം താൻ എന്താടോ ഇങ്ങനെ ആയിപ്പോയി, താൻ ഇങ്ങനെ ഒന്നും ആവരുത് കേട്ടോ, ഒരാൾക്ക് മുന്നിൽ ഇത്രയും വെച്ചിട്ട് അങ്ങനെ താഴ്ന്ന് കൊടുക്കുന്നു, ഇങ്ങനെ ഒന്ന് താഴ്ന്ന് കൊടുക്കരുതടോ, കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചടിക്കണം. താൻ എനിക്ക് സുഖമില്ലാതായപ്പോൾ എൻ്റെ അമ്മക്ക് നേർക്കെടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് രാജു പറഞ്ഞു, അതുപോലെ താൻ ഇത് സ്ഥിരമായി അങ്ങ് പോയി നോക്ക്, അപ്പോൾ ഇവരുടെയൊക്കെ പത്തി മടക്കി തന്നോട് നല്ലപോലെ പെരുമാറും, അത് നീ മനസ്സിലാക്ക് എന്നൊക്കെ പറയുമ്പോഴേ എനിക്കതിന് കഴിയില്ല. അപ്പോൾ എൻ്റെ സൂര്യ സാറിൻ്റെ അടുത്തോട്ട് വരിക, സൂര്യ സാറിനെ കാണുക, അങ്ങനെയൊക്കെയുള്ളതായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ആവും എന്നൊക്കെ പറയുമ്പോൾ ശ്രമിക്കാമെന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ സൂര്യയോട് ചോദിക്കുകയാണ് നന്ദിനി എന്താണ് ആ തെളിവെന്നും. അപ്പോൾ ഈ സമയം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൂര്യ തൻ്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ്. അങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് തൻ്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അതിങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ അന്നേ ദിവസമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുമല്ലോ, അന്നേ എന്നല്ല എല്ലാ ദിവസമുള്ള കാര്യങ്ങൾ വരുമല്ലോ. അങ്ങനെ സൂര്യ ഓരോ ദിവസത്തെ, അതായത് ആ ഡേറ്റ് നോക്കി, ആ സമയം നോക്കി, ഏകദേശം ആ ഡേറ്റിൽ വെച്ച് അത് പിടിക്കണം. അങ്ങനെ ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ മൊത്തമായി പടക്കം പൊട്ടിക്കലും ആഘോഷിക്കലും, അതിനിടയ്ക്ക് ഈ പറയുന്ന ഇന്ദ്രജ വിജയ് ഈ ഒരു പടക്കം, വലിയ പടക്കം കൊണ്ടുകൊടുന്നിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്നതും, പിന്നീട് അത് സൂര്യക്ക് നേർക്ക് എറിയുന്ന ആ രംഗം സൂര്യ കാണണിട്ട് അത് കണ്ട് നന്ദിനി എന്ന് പറയാൻ പോലും നന്ദിനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി ചെറുതായി പാദ്യമഴക്കത്തിലോട്ട് ഇങ്ങനെ പോവാണ്. സ്ഥിരമായി ചെയ്യുന്ന പരിപാടികളല്ലേ ഇവർ, ലാപ്ടോപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് നന്ദിനി കരുതിയിരിക്കുന്നത്. അങ്ങനെ നന്ദിനി ഇതൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് കേട്ടോ സൂര്യ യെസ് കിട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാണാം ഇന്ദ്രജ ഇവരുടെ റൂമിൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ എത്തി നോക്കുന്ന കേട്ടോ. ഈ സമയം സൂര്യ ആണെങ്കിലോ നന്ദിനി എടോ താനൊന്ന് എണീറ്റ്, എന്ത് സൂര്യ സാർ ഞാനൊന്ന് ഉറങ്ങട്ടെ, ഈ സമയം എന്തിനാ എന്നെ വിളിച്ചെടുത്തുന്നത്, എടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് കറക്റ്റാടോ, അപ്പോൾ എന്തെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നെ അവർ കൊല്ലാൻ നോക്കിയതാണ്, നിൻ്റെ അച്ഛനല്ല അത് ചെയ്തത്, എന്നെ അവർ കൊല്ലാൻ നോക്കി, അതെനിക്കറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നത്, അത് പിന്നെ എന്തിനാ വെറുതെ സൂര്യ സാർ പറഞ്ഞിട്ടും പ്രശ്നമുണ്ട്, സാറിൻ്റെ രക്തങ്ങളല്ലേ, അവരെന്തായാലും ഒരു കുടുംബം ബിഞ്ചിന് പിന്നെ വലിയ പണിയൊന്നുമില്ല, ക്ഷമിച്ചേക്കെന്ന് പറയുന്നത്, അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയ കാര്യമല്ല, ഇവളിത് ഇന്ന് ചെയ്തെങ്കിൽ നാളെ ഇനിയും ഇത് ചെയ്യും, അതുകൊണ്ട് തന്നെ ഇവളെ ഇട്ട് പൂട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രജിത്ത് കേൾക്കുകയാണ്. ഇന്ദ്രജക്കാണെങ്കിലും യാതൊരുവിധ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല. ഇന്ദ്രജ ആകെ കിളി പോയി നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രജ റൂമിലോട്ട് ചെല്ലുമ്പോൾ വിജയ് ഉറങ്ങാണ്. അപ്പോൾ വിജയ് ഒരു ചവിട്ടാണ്. വിജയ് ഉറക്കത്തിൽ നിന്ന് പേടിച്ച് കരയാണ്. അതേസമയം ഇന്ദ്രജ നീ എന്തിനാ എന്നെ അറിഞ്ഞും കൊണ്ട് ചവിട്ടുന്നത്, നിങ്ങളിങ്ങനെ കിടന്നുറങ്ങിക്കോ, സൂര്യ നമുക്ക് മുന്നിൽ നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തെളിവ് അവൻ കണ്ടെത്തിയിരിക്കുന്നു, സൂര്യയെ കൊല്ലാൻ നോക്കിയത് ഞാനാണെന്ന് അവൻ കണ്ടെത്തി, നിങ്ങളും ഞാനും ആണെന്ന്. അതെങ്ങനെ കണ്ടെത്താൻ കഴിയും, ഇവിടുത്തെ CCTV ഫുട്ടേജ് നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുമല്ലോ.
അത് കേൾക്കുന്നതിനോടുകൂടി ഈശ്വരാ, നീ എന്താടോ ഈ പറയുന്നത്? ഈ അർദ്ധരാത്രി നീ എന്നെ എന്താ പേടിപ്പെടുത്തുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ പറയുന്നത് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇനി എന്ത് ചെയ്യും എടോ, ഇനി എന്ത് ചെയ്യാനാണ്? നാളെ നേരം വെളുത്താൽ അവൻ അമ്മക്കും അച്ഛനും മുന്നിൽ അത് കാണിക്കും. ഡാഡി എത്തും, ഡാഡിയുടെ മുന്നിൽ അത് കാണിക്കും. തീർച്ചയായും ഇവിടെ നിന്ന് നമ്മൾ പടിയിറങ്ങേണ്ടി വരും. നമുക്കുള്ള ശിക്ഷ ഒരുപക്ഷെ മമ്മി മേടിച്ചു തരുമെന്ന് കൂടി പറയാൻ പറ്റില്ല. മമ്മിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് മമ്മിയുടെ മകനാണ്, സൂര്യയാണ്. സൂര്യ കഴിഞ്ഞ മമ്മിക്ക് എന്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൂര്യ എങ്ങനെ കാണിച്ചത് നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ വീടിന് പടി പുറത്ത് മാത്രമല്ല, ഒരുപക്ഷെ സെല്ലിലായിരിക്കും ജീവിതം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം പിറ്റേ ദിവസം രാവിലെ എണീക്കുകയാണ്. ഇന്ദ്രജയ്ക്ക് വലിയ പേടി. സൂര്യയാണെങ്കിൽ എണീറ്റ പാട് ലാപ്ടോപ്പുമായി വരികയാണ്. ഉടൻ തന്നെ ഇവിടെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താടാ പതിവില്ലാതെ ലാപ്ടോപ്പുമായി വന്നിരിക്കുന്നത്? പതിവില്ലാത്ത കാര്യങ്ങളല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പതിവില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ പതിവില്ലാത്ത ഓരോ കാര്യങ്ങൾ ഞാനും ചെയ്യണമല്ലോ. അപ്പോൾ പത്മക്കാണെങ്കിലോ, ഇവന് രാവിലെ നീച്ചാൽ ഇവൻ്റെ ചൊറിഞ്ഞ സംസാരം കേൾക്കണം എന്നാൽ ലെവലാട്ടോ പത്മയുടെ മനസ്സിൽ. അങ്ങനെ ഈ സമയം പത്മ ഇതിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സമയം പത്മ രാജു കൊണ്ടുവരുന്ന കോഫിയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം രാജുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ ചേച്ചി എണീറ്റുണ്ടോ, എൻ്റെ ചേച്ചിയും അളിയനും? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, എന്തിനാണ് നീ രാവിലെ തന്നെ ചേച്ചിയെ അന്വേഷിക്കുന്നത്? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പത്മ പറയാണ്, ഇന്നലത്തെ ബാക്കി വഴക്കുണ്ടാക്കാനാണ്. അതെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞത് കറക്റ്റായല്ലോ, ഇന്നലത്തെ ബാക്കി അതുണ്ടാക്കാൻ തന്നെയാണ്. അവരെ ഒന്ന് വിളിച്ചേ. അപ്പോൾ ഉടൻ തന്നെ രാജു പറയാണ്, അവർ നേരത്തെ എണീറ്റിരുന്നു, എവിടേക്കോ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അവർ നേരത്തെ എണീറ്റുന്നോ? നീ എന്തായി പറയുന്നത്? അതെ. അങ്ങനെ രാജുവിനോട് വിളിക്കാൻ പറയണു. അങ്ങനെ ഇന്ദ്രജയെ വിളിക്കുകയാണ് കേട്ടോ. പിന്നീട് പറയാണ്, എൻ്റെ മമ്മി പറയുന്ന സുദേവനാണ് ഈ ഒരു പടക്കം എൻ്റെ നേർക്ക് എറിഞ്ഞത് എന്നല്ല പറയുന്നത്, എന്നാൽ അത് ചെയ്തതാരാണെന്ന് നിങ്ങൾ CCTV ഫുട്ടേജിൽ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രംഗം കാണിക്കുകയാണ്. അങ്ങനെ ഈ ഒരു രംഗം, അതായത് ഈ പടക്കം പൊട്ടുന്ന ആ ഒരു ഇതുവരെ കാണിക്കൂട്ടോ. പിന്നീട് അവിടെ എററാവാണ്, ഒന്നും വരുന്നില്ല, ബ്ലാങ്കായി നിൽക്കുകയാണ്. എന്താണ് ഇതിപ്പോൾ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സമയം സൂര്യ ആണെങ്കിലോ, ഈശ്വരത്തിപ്പോൾ എന്താ പറ്റിയതെന്ന് അറിയാതെ സൂര്യ ആകെ ഇതാവുകയാണ്. ഇന്നലെ ആണെങ്കിൽ താനതിൻ്റെ ഒരു കോപ്പി പോലും എടുത്തു വെച്ചില്ല, താനത് കണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് തൻ്റെ വീട്ടിലല്ലേ, തൻ്റെ വീട്ടിൽ CCTV ഫുട്ടേജ് ആരും കളയില്ല എന്നുള്ള വിശ്വാസമാണ്. ഇതേ സമയം വിജയ് പറയണേ, എന്താ അളിയ, മറ്റുള്ളവരെ അപമാനിക്കുന്നതിലൊരു പരിധിയുണ്ട്. എന്തിനാ ഇങ്ങനെ ഞങ്ങളെങ്ങനെ അപമാനിക്കുന്ന കാര്യം എന്താ വെച്ചാൽ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയാണ്. സമയം ഇന്ദ്രജ് പറയാണ്, എൻ്റെ അനിയനായി പോയില്ലേ, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നോളൂ, അവൻ കാണിക്കുന്നതൊക്കെ കാണിക്കട്ടെ എന്ന് പറയാണ്. ഇതേ സമയം ഉടൻ തന്നെ പത്മ പറയണേ, ഇനി മേലല്ല ഇങ്ങനെയുള്ളതും പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വന്നാലുണ്ടല്ലോ. അപ്പോൾ ഉടൻ തന്നെ സൂര്യക്കാണെങ്കിലോ ടെൻഷൻ വിടുന്നില്ല. സൂര്യ വീണ്ടും അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്കുള്ള ആ ഫുട്ടേജ് അതിൽ കാണാനില്ല കേട്ടോ. സൂര്യ ഇന്നലെ രാത്രി കണ്ടത് ഇന്ന് കാണുന്നില്ലെങ്കിൽ തീർച്ചയായും എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇന്ദ്രജയും അതുപോലെ വിജയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് അവരത് ആ കണ്ട രാത്രി ആ സമയം തന്നെ CCTV ഫുട്ടേജിൽ എല്ലാതും ക്ലിയർ അടിച്ച് കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രംഗങ്ങളാണ് ക്ലിയർ അടിച്ച്, ആ 2-3 ഭാഗങ്ങൾ അവർ ക്ലിയർ അടിച്ച് കളയാണ് കേട്ടോ. ഇതേ സമയം എൻ്റെ ഇന്ദ്രജ, അവരെ നിരീക്ഷിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ നിൻ്റെ മമ്മി നീ പറയുന്നത് പോലെ നിന്നെ ജയിലിലടച്ചിരുന്നു എന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് സദാസമയം തിന്നലും കിടന്നുറങ്ങലും മാത്രമേ ഉള്ളൂ. സൂര്യയെ നിങ്ങൾ കുറച്ച് കാണരുതെന്ന് പറയെങ്കിലും കൂടി നിങ്ങൾ അവൻ്റെ പിറകെ പോകത്തൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് ഇനി വരും.